തേങ്ങാപ്പാൽ കുടംപുളി ഇട്ട് വെച്ച ആവോലിക്കറി എൻ്റെ പൊന്നോ ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. മൺചട്ടി എടുത്ത് അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണയും ഒരു 5-6 ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരമുറി തേങ്ങയുടെ പാൽ കൂടി ചേർത്ത് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 കുടംപുളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തിളച്ച് പോവാതെ നന്നായിട്ട് ഇളക്കി തിള വരുമ്പോഴേക്കും നമുക്ക് ആവോലി കഴുകി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് പറക്കിയിട്ട് നമുക്കിതൊന്ന് തവിയൊന്നും ഇട്ട് കലക്കാതെ ചട്ടിയൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ചാറൊക്കെ ഒന്ന് കുറുകി പരുവത്തിനായി വരും കേട്ടോ. ഇനി ഇത് നമുക്ക് താളിക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് 1/2 സ്പൂൺ ഉലുവ, ഒരു ചെറിയ ഉള്ളി, കറിവേപ്പില ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് താളിച്ചൊഴിക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. അതിൻ്റെ മണമൊക്കെ ഒന്ന് കറിക്കകത്ത് പിടിച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറക്കാം. എൻ്റെ പൊന്നോ, ഇത് കഞ്ഞി ചോറിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.